ഹായ് ഫ്രണ്ട്സ്, ചങ്ങായി ബോക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചൂട് ചോറിനോടൊപ്പമൊക്കെ കൂട്ടിക്കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള തോരൻ്റെ റെസിപ്പിയാണ്. ഇത് വളരെ സ്പെഷ്യലായിട്ടാണ് ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത്. ചുവപ്പ് ചീരയും അതുപോലെ തന്നെ മുട്ടയും വെച്ചിട്ടാണ് ഈ ഒരു തോരൻ തയ്യാറാക്കി എടുക്കുന്നത്. പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. ചുവപ്പ് ചീരയും മുട്ടയും വെച്ചിട്ട് ഞാനൊരു തോരൻ തയ്യാറാക്കി എടുക്കുന്നുണ്ട്. എൻ്റെ കൂട്ടുകാരും ഇന്നേ വരെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഒരു പിടി ചീര ഞാൻ എടുത്ത് നല്ലതുപോലെ കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ ചീര അരിയും മുമ്പ് തന്നെ കഴുകുമ്പോഴത്തേക്ക് അരമണിക്കൂറെങ്കിലും വെള്ളം തോരാനായിട്ട് വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ചീരയിലേക്ക് ഒരു സവാള കൂടി ഞാൻ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് കൂട്ടാണ് ഇവിടെ തയ്യാറാക്കേണ്ടത്. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 3-4 കുഞ്ഞുള്ളിയും 2 കഷ്ണം വെളുത്തുള്ളിയുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ എരിവിനാവശ്യമായിട്ടുള്ള 2 പച്ചമുളക് കൂടി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് തേങ്ങയാണ്, അരമുറി തേങ്ങയും പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ജീരകം കൂടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. സാധാരണ ചീരയിലകൾക്കൊന്നും ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാറില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ തന്നെ അരപ്പുകൂട്ട് തയ്യാറാക്കാവുന്നതാണ്. ഒരു ചട്ടി ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചട്ടിയൊക്കെ നല്ലതുപോലെ ഒന്ന് ചൂടായി വന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ചീര കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന ചീരയും സവാളയൊക്കെ നല്ലതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതിനെ ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചീരയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് മൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. വളരെ സിമ്പിളാണ് നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട്. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ചീരയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ചീരയൊക്കെ ഒന്ന് സൈഡിലേക്കൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ 3 മുട്ട കൂടി ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു പിടി ചീരയ്ക്ക് 3 മുട്ട എന്ന അളവിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ചീരയുടെയൊക്കെ അളവ് എത്രമാത്രം എടുക്കുന്നുണ്ട് അതനുസരിച്ചിട്ട് വേണം മുട്ടയുടെ അളവും കൂട്ടി കൊടുക്കാനായിട്ട്. അതിനുശേഷം മുട്ട ഇങ്ങനെ പൊട്ടിച്ചൊഴിച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് മുട്ട ഒന്ന് വേവാനായിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം മാത്രം ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേ രീതിക്ക് തോരൻ തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചീരയില കഴുകി നല്ലതുപോലെ വെള്ളം തോർന്നതിന് ശേഷം മാത്രം നമ്മൾ അരിഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു തോരൻ തയ്യാറാക്കുന്ന സമയത്ത് ചീരയില കുഴഞ്ഞിരിക്കുന്ന രൂപത്തിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതേപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു തോരൻ റെഡിയായി കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ അരപ്പ് കൂട്ട് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ മുട്ടയും ചീരയിലയും അരപ്പ് കൂട്ടും എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 2-3 മിനിറ്റ് ഇതിനെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ആവി കയറ്റിയെടുക്കുക. അപ്പോൾ നമ്മൾ അരപ്പ് കൂട്ടിൻ്റെ പച്ചമണം ഒക്കെ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറു തീയിലിട്ടിട്ടാണെങ്കിലും ചെയ്തെടുക്കാം. ഞാനിവിടെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഈ ഒരു തോരൻ ഇതേ രീതിക്ക് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒട്ടും കുഴഞ്ഞു പോകാതെ തന്നെ നമ്മുടെ തോരനൊക്കെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. വളരെ സിമ്പിളാണ് ഇതിങ്ങനെ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. മുട്ടയൊന്നും കഴിക്കാൻ മടിക്കുന്ന മക്കളുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെയൊക്കെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ലഞ്ച് ബോക്സിൽ വെച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ഉച്ചയ്ക്കൊക്കെ ഊണിൻ്റെ കൂടെ ചൂട് ചോറിനോടൊപ്പമൊക്കെ കഴിക്കാനായിട്ട് പൊളി ടേസ്റ്റുള്ളൊരു തോരൻ തന്നെയാണ്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കാനും മറക്കരുത്. അപ്പോൾ അതിൽ ഓൺ ഓപ്ഷൻ കാണിക്കും. അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ എൻ്റെ ചാനലൊരു ഹൈപ്പ് ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട്. അതും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.